ഗൈസ് നമസ്കാരം. ഗ്യാസ് ഭയങ്കര ക്ഷാമമാണ്, പക്ഷെ എന്നാലും ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. പെട്ടെന്ന് വിചാരിച്ചു വൈകിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ചിക്കൻ കറി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ആലോചിച്ച് എന്നാൽ പിന്നെ ഇത് വ്ളോഗ് ആക്കിക്കോളാന്ന്. അപ്പോൾ ദേവുവിന്റെ ചിക്കൻ കറി റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആക്ച്വലി ഇതെല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്, പക്ഷെ എന്നാലും എനിക്ക് എന്റെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഓൾറെഡി ചിക്കൻ എന്താ വറുത്തോണ്ടിരിക്കുകയാണ്. ചിക്കൻ മസാല സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോർമലി ചെയ്യുന്നത് ചിക്കൻ എടുത്തിട്ട് ചിലർ സ്കിന്നുള്ള ചിക്കൻ എടുക്കും, ചിലർ സ്കിന്നില്ലാത്ത ചിക്കൻ എടുക്കും. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ സ്കിന്നുള്ള ചിക്കൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും പൊന്നൂനും ഇഷ്ടമില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ ചിക്കൻ എടുത്തിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ട്രഷറിന്റെ ബ്ലാക്കും റെഡും ആയിട്ടുള്ള കുറച്ച് സ്പൈസി പൗഡർ ഉണ്ട്, അത് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ. അതും മറ്റേ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ സാധനത്തിന് ഇവിടെ നല്ല ചിലവാ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഉപ്പും ഇത്തിരി തൈര് വെച്ചിട്ട് ഞാൻ ഇന്നലെ തന്നെ ഈ സാധനം പ്ലാൻ ആക്കി വെച്ചോണ്ടാണ് ഇന്നലെ തന്നെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടി മസാല പിടിക്കും, എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്തു, പകുതി പോർഷൻ എടുത്തിട്ട് കറി വെക്കാനായിട്ട് കുറച്ചൊന്ന് വറുത്തിട്ട കറി വെക്കണേ. പൊന്നൂന് അതാണ് ഇഷ്ടം. ഇങ്ങനെ നിങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് കിടക്കുന്ന സാധനം കരിയാതെ നോക്കണം. കാരണം വ്ളോഗ് കഴിഞ്ഞിട്ട് ഇത് വീട്ടുകാർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ കരിഞ്ഞ് തീർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ പരട്ടി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇപ്പോൾ വറുത്ത് കോരുന്നത്. അപ്പൊ കറി വെക്കുമ്പോൾ ചിക്കൻ വറുത്തിട്ട് കറി വെക്കുന്നവരുണ്ട്, അല്ലാതെ ഡയറക്റ്റ് കറി വെക്കുന്നവരുണ്ട്. എനിക്കിഷ്ടം ചിക്കൻ വറുത്തിട്ട് കറി വെക്കുന്നതായതുകൊണ്ട് ചിക്കൻ വറുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ വറുത്ത് കോരുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വെളിച്ചെണ്ണ പോകാനായിട്ടുള്ള സമയം എടുക്കണം എന്നുള്ളത് എൻ്റെ ബിസിനസ് പാർട്ട്ണർ പഠിപ്പിച്ചെന്നാണ്. കാരണം എണ്ണ നല്ലോണം ഇങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള നമ്മൾ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ വറുത്തിട്ട് നമ്മൾ പാത്രത്തിലോട്ടാക്കി. അപ്പൊ ഇങ്ങനെ വറുത്തിട്ടുള്ള ചിക്കൻ മാറ്റി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 6-7 സവാള എടുത്തു. സവാള എടുത്തിട്ട് സവാള കുറച്ച്, ഇത് കറി വെക്കാനുള്ള സവാളയുണ്ട്, അതിനു മുമ്പ് തന്നെ കുറച്ച് സവാള എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നേരെ സവാള ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. എന്തോരം സവാള വേണം എന്നുള്ളത്, വറുത്തിടണം എന്നുള്ളത് ഞാൻ കുറച്ച് സവാള എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറ മാറും, പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപ്പിട്ട് കൊടുക്കുന്നു. ചിലർ കല്ലുപ്പ് ഇടും കേട്ടോ, കേട്ടിട്ടുണ്ട് കല്ലുപ്പ് ഇടുന്ന ടേസ്റ്റാന്നുള്ളത്. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ബൈ ദ വേ, ഈ വ്ളോഗ് കാണുന്നവരോടാണ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഗ്യാസ് ഉണ്ടോ? ഇനി ഒരു ഗ്യാസും കൂടി ഉള്ളൂ, ഗ്യാസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയോ? ഇവിടെ ഇനി ഒരു ഗ്യാസും കൂടി ഉള്ളൂ. ഇവിടെ അത്യാവശ്യം കാറ്ററിംഗ് ഉള്ളതുകൊണ്ട് ഗ്യാസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഇനിയിപ്പോ ഒരു ഗ്യാസും കൂടി ഉള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് മൊരിയണം, നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് കൂട്ടിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ. വറുത്ത് പോരണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ചിക്കൻ റോസ്റ്റും ഫ്രൈഡ് റൈസും ആണ് റെസിപ്പി. അപ്പൊ എന്തായാലും ഉള്ളി മുരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സംഭവം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തൈര് മുളക് കൊണ്ടാട്ടോ ആ സാധനം കേട്ടിട്ടില്ലേ? ആ സാധനമാണ് ഇത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതാണ്. അച്ഛൻ മാർക്കറ്റിൽ പോയിട്ട് മുളക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് തൈരിന്റെ ഉള്ളിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല മുളകാണ്. ഇത് നമുക്ക് വെറുതെ കഴിക്കാം കേട്ടോ, വെറുതെ കഴിക്കാം. ഇതിപ്പോ നിങ്ങൾ ചോദിക്കും കടിച്ചിട്ട് ഇതിനകത്ത് ഇടാവുന്നു. ഇടാം, ബിക്കോസ് ഇത് ഞാൻ കഴിക്കുന്ന പാത്രമാണ്. അങ്ങനത്തെ സംഭവം. അപ്പൊ ഇവിടുത്തെ മെയിൻ ആചാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് ഇങ്ങനെ കൊണ്ടാട്ടാക്കി വെക്കാറുണ്ട്. അതേപോലെ തന്നെ പാവയ്ക്ക നല്ലോണം വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതാ കണ്ട ഇങ്ങനെ ഉണക്കി വെക്കും. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കൊണ്ടാട്ടം പോലെ കഴിക്കാൻ നല്ലതാ. അതേപോലെ അച്ചിങ്ങി, ഇപ്പൊ നല്ല വെയിലല്ലേ, നമ്മളൊരു 5 മിനിറ്റ് പുറത്തുനിന്ന് ഇതേപോലെ പാത്രത്തിലാവും നമ്മൾ ഉണങ്ങിയിട്ട്. അപ്പൊ ആ ഒരു ആചാരം നമ്മൾ കാലം തൊട്ട് ഇവിടെ ചെയ്യണതാ. പാവയ്ക്ക, മുളക്, അച്ചിങ്ങയൊക്കെ ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ വെക്കും. എന്നിട്ട് ഊണ് കഴിക്കാറാകുമ്പോ കുമ്പളങ്ങ നമ്മൾ നന്നാക്കിയതിനു ശേഷമുള്ള അതിന്റെ തൊലി സീഡൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഇതുപോലെ വറുത്ത് വെക്കും. മീൻമേല് നന്നായിട്ട് ഇതാക്കി കൊടുക്കാട്ടാ. സത്യം പറഞ്ഞാൽ നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാ, പക്ഷെ അടുക്കളയല്ലേ നമ്മൾ ഈ വെളിച്ചെണ്ണ പിന്നെ ഇത് കഴിഞ്ഞാൽ വേറെ ഈ ചിക്കനും ഒക്കെ ഉണ്ടാക്കാൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാ. അതിന്റെ സൈഡിൽ കൂടെ നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള അരി ഇട്ടിട്ടുണ്ട്. അരിയിൽ ഉപ്പ്, അതേപോലെ ഇത്തിരി സൊർക്ക ആൻഡ് ഇത്തിരി ഓയിൽ വേവായിക്കൊണ്ടിരിക്കണം. ആക്ച്വലി ഇതൊക്കെ ഇന്നലെ ചെയ്ത് വെക്കേണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. ഇനി തൊട്ട് ഇതേപോലത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കുക്കിംഗ് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയണം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പീസ്, എന്തെങ്കിലും നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടാം, ഞാൻ ട്രൈ ആക്കാം. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും കഴിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ്.
അപ്പൊ ഉള്ളി നല്ലോണം ഒന്ന് മൊരിയട്ടെ കേട്ടോ. മീൻവെയിൽ നമുക്ക് എന്ത് ചെയ്യാം? തക്കാളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി. ഇത് നമുക്ക് നല്ലോണം കഴുകിയിട്ട് ക്യൂബ്സ് ആയിട്ട് അരിയാം. ഓക്കെ, ഇത് സ്മാഷ് ചെയ്തിട്ട് ജ്യൂസ് പോലെ ആക്കിയിട്ട് ഇടുന്നവരുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഇത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ആ സമയം കൊണ്ട് ഇതാവട്ടെ. അപ്പൊ ഉള്ളി ഏകദേശം ഒന്ന് സമാധാനത്തിന്റെ പാതയിൽ പോയി തുടങ്ങി. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ മധുരപ്പായസം പോലെ ആക്കരുത്, ചെറുതായിട്ടൊരു പഞ്ചസാര ഒന്ന് തൂങ്ങി കൊടുക്കാം. അത് കുറച്ചും കൂടി ഒരു ക്രിസ്പിനെസ് ആവാൻ നല്ലതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഞ്ചസാര ഇട്ടു. പഞ്ചസാരക്ക് എന്താ വില അല്ലേ? ഇപ്പൊ യുദ്ധം വന്ന പിന്നെ അത്യാവശ്യം സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് അല്ല, സിലിക്കോൺ എന്ന് പറഞ്ഞിട്ട്. അവിടെ 9 രൂപയ്ക്കൊക്കെ തക്കാളിയും സവാളയൊക്കെ കിട്ടും. മറ്റേ ലെൻസ് വെച്ചാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള സവാളയാണ്. കൈ പിടിച്ച് അരിയാൻ പോലും പറ്റില്ല. പക്ഷെ പറയുമ്പോ എന്താ 9 രൂപയ്ക്ക് കിട്ടും എന്ന് പറയും. അത് 10 അരിയണ നേരം കൊണ്ട് മാർക്കറ്റിൽ പോയിട്ട് വലുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 2 അരിയും, ഇത്രേ ഉള്ളൂ. പക്ഷെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യും. അപ്പൊ ഉള്ളി ഏകദേശം നല്ലോണം മുരിഞ്ഞു തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യണം? ഇതാക്കാൻ നമുക്കൊരു പാത്രം വേണ്ടേ? പ്ലേറ്റ് ഞാൻ പോയി എടുത്തിട്ട് വരാം. അപ്പൊ ഗൈസ്, നമ്മളിതാ ഉള്ളി നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രയോഗം വരുന്നത് മിഡിൽ ഓഫ് ദ കുക്കിംഗ് ടൈം ഓഫ് ദ ചിക്കൻ കറി ആണ്. ഇത് ഞാൻ നൈസായിട്ട് മാറ്റി വെക്കുന്നു. ആൻഡ് തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നായിട്ട് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാണ്. അപ്പോൾ ഞാനൊരു തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഗാർലിക്, അത് നല്ലോണം ഇടുന്നത് നല്ല കേട്ടോ. ഇത് ഇടുമ്പോൾ ഒരു സ്മെല്ല് വരും. ആ സ്മെല്ലിലാണ് എനിക്ക് ഏറ്റവും ടെംപ്റ്റിങ്. ഇവിടെ ആക്ച്വലി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഗാർലിക് കുറച്ച് എക്സ്ട്രാ ഇങ്ങനെ കട്ട് ചെയ്തിടാറുണ്ട്. അപ്പോൾ ഗാർലിക് കുറച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്ത് എത്ര കൂടിപ്പോയി, അതുകൊണ്ട് മുകളിട്ടേക്കാം. നല്ലതാ, ഗ്യാസ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഗാർലിക് ഈസ് ഓൾവേസ് ഗുഡ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറിലോട്ട് വരും. ആ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ക്രിയേറ്റിവിറ്റിയാണ്. ഈ റെസിപ്പീസൊക്കെ പറഞ്ഞ മാതിരി കറക്റ്റ് റെസിപ്പി ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, ചിലരുടെ ഒരു നൊടിക്കൈകൾ ഉണ്ടാവും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് നൊടിക്കൈ ഒന്നും ഇല്ല കേട്ടാ. പണ്ട് അമ്മ ഉണ്ടാക്കുമ്പോൾ അടുത്തിരുന്ന് ഉണ്ടാക്കണം കണ്ട് 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 പഠിച്ചതാ. എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇപ്പം കുറച്ച് മസാലയൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാ. അപ്പൊ ഇത് സ്മെല്ല് കിട്ടല്ലേ നിങ്ങൾക്ക്? നല്ല സ്മെല്ല് വരണില്ലേ? സ്മെല്ല് വരണില്ലേ? പറഞ്ഞോണ്ടെന്ന്. ഇതിന്റെ മെയിൻ ക്രിട്ടിസൈസർ ഇവിടെ എൻ്റെ ഫുഡ് ടെസ്റ്റർ ഉണ്ട്. അവള് അവിടെ ഫോണിന്റെ എന്തോ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാനത് വ്ളോഗ് ചെയ്യുന്നത് വാതിൽ ചാരിയിട്ടേക്കാം. അതല്ലെങ്കിൽ മറ്റേ കല്യാണരാമനില് ഇന്നസെന്റ് ആയിട്ടും വേസ്റ്റ് ഗ്ലാസ് പൊട്ടിക്കുന്ന സംഭവമില്ലേ, അതേപോലെ ആശാത്തി പറന്നു വരും. മീൻ വേൽ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ അരി വെച്ചേക്കുന്നത് മറന്നു പോകരുത് കേട്ടോ. ഫ്രൈഡ് റൈസിനൊന്നും അധികം വേവ് വേണ്ട. അധികം വേവായി കഴിഞ്ഞാൽ പിന്നെ സിനിമാക്കാർക്ക് കൊടുക്കേണ്ട വരും പോസ്റ്റ് ഒട്ടിക്കാൻ. കുറച്ചും കൂടി വേവാവാം. ഏകദേശം ഒന്നൊരു കളർ മാറി തുടങ്ങി. കുറച്ചും കൂടി നല്ല ബ്രൗൺ കളർ ആവുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഇടയ്ക്ക് നമ്മളിത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കും. അപ്പം നല്ലതാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് അരി ഒന്ന് നോക്കാം. കുറച്ചും വേവാണ്ട് കൈ പൊള്ളി. ഓക്കെ, ബാക്ക് ടു ഗാർലിക് മതി. ഇനി ഈ സമയമാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ആക്ച്വലി ഞാൻ സവാള എടുത്തത് കൂടിപ്പോയി ഗൈസ്. കുഴപ്പമില്ല, സവാള അങ്ങനെ എടുത്തത് കൂടിക്കഴിഞ്ഞാൽ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിറ്റേ ദിവസം തന്നെ എടുക്കണം കേട്ടോ. അപ്പം നല്ലോണം ഇങ്ങനെ ഉതിർത്തി കൊടുക്കുക. ഇനി നമ്മൾ ഇത് നല്ലോണം ബ്രൗൺ കളർ ആവുക. ഇത് ആക്ച്വലി ഉള്ളിയാണ് എല്ലാത്തിൻ്റെ മെയിൻ ഒരു കിങ് എന്ന് പറയുന്നത്. ഉള്ളി നല്ലോണം വഴറ്റി നല്ല നല്ല വഴണ്ട് വരുമ്പോഴായിരിക്കും കറിക്ക് ഒരു ടേസ്റ്റും കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവുക. ചില ഹോട്ടൽസിൽ പോകുമ്പോൾ കാണാനുണ്ടാവില്ലേ, ഉള്ളിയും പിണങ്ങിയിരിക്കുന്നു, കറി തക്കാളിയും പിണങ്ങിയിരിക്കുന്നു, പൊട്ടറ്റോ എങ്കിൽ പൊട്ടറ്റോ, ചിക്കൻ എങ്കിൽ പിണങ്ങിയിരിക്കുന്നു. അത് ശരിക്കും വഴച്ചാൽ തന്നെ കുഴപ്പമാണ്. അപ്പം എന്ത് ചെയ്യണം? നന്നായിട്ട് ഉള്ളി വഴറ്റണം. ഓക്കെ, ഞാൻ ഇത്തിരി ഗ്യാസ് കുത്തി വെച്ചിട്ടുണ്ട്. ഇതോട്ട് കൂട്ടി ഗ്യാസ് തീരുകയാണെങ്കിൽ തീരുമാനമായി. അപ്പം നമുക്ക് ചോറൊന്ന് വാർക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ചോറ് വാർക്കാൻ പേടിയാ, കയ്യിലേക്ക് കഞ്ഞിവെള്ളം വീണാലോ ഒന്ന്. ഫ്രൈഡ് റൈസിന് ഒരു സമാധാന വേവ് മതി കേട്ടോ ഗൈസ്.
അല്ലാതെ ഈ പറഞ്ഞ മാതിരി വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ പണിയാവും. അപ്പൊ ഞാൻ അരി വറുക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയാണ് ഇത്. അപ്പോ ഇത് ആറിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഇതിങ്ങനെ നല്ലോണം പൊടിക്കുക. മിക്സിയിലിട്ടൊന്നും പൊടിക്കരുത് കേട്ടാ, ഇത് കൈകൊണ്ട് ഇങ്ങനെ നല്ലോണം പൊടിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച മാതിരി അല്ല, ഞാൻ ഉദ്ദേശിച്ച മാതിരി വരുന്നുണ്ട്. നല്ലോണം പൊടിച്ചു വെക്കുക. ഈ ബിരിയാണിയിലൊക്കെ ഇത് ഇങ്ങനെ മേലെ തൂവി കൊടുക്കും. അപ്പം അതേപോലെ ഇത് നല്ലോണം പൊടിച്ചു. ഏകദേശം ഒരു പൊടിയുടെ പാതയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ അതിൻ്റെ ഒരു പകുതി ഘട്ടമാകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാം. ഞാൻ ഓൾറെഡി ഇവിടെ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിക്കൻ മസാല. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എരിവ് ഇഷ്ടമാണ്, പക്ഷെ വീട്ടിൽ എല്ലാവർക്കും എരിവ് ഒരു ഫാക്ടർ ആയതുകൊണ്ട് ഞാനൊരു സമാധാനത്തിന് പാതയിൽ പിടിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇതൊന്ന് ഏകദേശം ഒന്ന് ഇതായി തുടങ്ങി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മിൽക്കി മിസ്റ്റിൻ്റെ തൈര്. ഇതൊന്നും പ്രൊമോഷനല്ല കേട്ടോ, മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്കിഷ്ടം മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. മിൽക്കി മിസ്റ്റിൻ്റെ തൈര് ഇല്ല, സപ്പോസ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഇടയിലാണ് അയ്യോ ദൈവം മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണല്ലോ പറഞ്ഞത്, തൈരില്ലല്ലോ എന്നൊരു വിഷമം വരികയാണെങ്കിൽ വേണ്ട. ഇപ്പം നിങ്ങളുടെ ഫ്രിഡ്ജിൽ നാരങ്ങ ഉണ്ടാവും, ഒരു നാരങ്ങ എടുക്കുക. എന്നിട്ട് നാരങ്ങ എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു പീസ് എടുത്തിട്ട് പിഴിയുക, അതായത് ലെമൺ ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തീരുമാനമായിട്ടുണ്ട്. തീരുമാനമായി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എഗെയിൻ നമ്മൾ ഓൾറെഡി ഗാർലിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊടി ഈ സാധനം ഇടാം. പൊടിക്കിട്ടാ, പൊടി അധികം വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഒരു ടെസ്റ്റ് കറക്റ്റാൻ വേണ്ടിയിട്ടാണ്. ഇത്ര ഇട്ടാൽ മതി. ഇതിനകത്തേക്ക് ഇടുക, എന്നിട്ട് മാറ്റി വയ്ക്കുക, ഇളക്കുക നന്നായിട്ട്. ഈ സാധനം പെട്ടെന്ന് കയറി പിടിക്കും, അപ്പം അങ്ങനെ ഒരു പാടുണ്ട്. എന്നിട്ട് ഈ പൊടികൾ ഇടാം. ഓക്കെ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ദെൻ ഈ സംഭവം ഇട്ടിട്ട് ആസ് യൂഷ്വൽ പച്ചക്കളർ പോകുന്നവരെ നന്നായിട്ട് ഇളക്കുക. പക്കട പിടിച്ച് ഇളക്കുക. ഇതിവിടെ കിടന്നിങ്ങനെ ഡാൻസ് ചെയ്യില്ല. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തൈര് തീ കുറയ്ക്കാൻ മറക്കരുത് കേട്ടോ. തൈരിടുക, 2 സ്പൂൺ തൈരിടുക. എനിക്ക് തൈര് ഇത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2.5 ഇട്ടിട്ടുണ്ട്. മാറ്റി വെക്കുന്നു. പിന്നെ ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇടുക. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിടുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ തക്കാളി ഇടണം. തക്കാളി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എന്താണെന്ന് അറിയാമോ, ആക്ച്വലി പണ്ടൊക്കെ ഞാനിത് ചെഫിൽ പറയാനായിട്ട് പഠിച്ചതാണ്. ഈ സാധനം ഇളക്കുക. അയ്യോ, തക്കാളി ഇട്ടിട്ടേ ചിലവർ തക്കാളി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ തക്കാളി ഇട്ടിട്ട് കുത്തി അതിൻ്റെ ജ്യൂസ് പുറത്തോട്ട് എടുക്കും. നിങ്ങളിത് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ഫോണിൽ കാണണോണ്ടാണ്. ആക്ച്വലി സ്മെല്ലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല്. കൊതു കടിക്കുന്നു. സന്ധ്യ ഇവിടെ ഭയങ്കര കൊതുവാ. അപ്പം ഈ ഒരു ടെസ്റ്റ് വന്നില്ലേ, ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ജസ്റ്റ് ഒന്ന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കുറയ്ക്കുക, ഒരു പാത്രം വെച്ച് അടയ്ക്കുക. എന്നിട്ട് ഈ തക്കാളി ഈ ഉള്ളിൽ നിന്നും ഈ ഇതിൽ നിന്നും വരുന്ന ഒരു ചൂടില്ലേ, ആ ചൂടിൽ തക്കാളി വേവണം. അല്ലാതെ നമ്മൾ തക്കാളി നിർബന്ധിച്ചിട്ട് ഇങ്ങനെ ചതച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജ്യൂസ് കിട്ടില്ല, തക്കാളി വേവുമില്ല, കുറച്ച് എന്താ പറയാ ഒരു വല്ലാത്ത അവസ്ഥയും. അപ്പൊ തക്കാളി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക. അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഇങ്ങനെ വെന്തിട്ട് അതിൻ്റെ ഒരു ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പോയിട്ട് ഇത് അടയ്ക്കാനുള്ള പാത്രം എടുത്തിട്ട് വരാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഒരു കുറച്ച് നേരം തക്കാളി എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടാലും പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കരുത്. ചിക്കനിൽ നിന്ന് വരുന്നൊരു വെള്ളമുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇവിടെ നോർമലി വേറെ വെള്ളം ഒഴിക്കാറില്ല. നമ്മൾ ഓൾറെഡി മസാല തേച്ച് വെച്ചേക്കുന്ന ഒരു വെള്ളം ഉണ്ട്. ഗ്യാസ് കുറയ്ക്കാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക.
ഇളക്കുമ്പോൾ എല്ലായിടത്തേക്കും മസാല പിടിക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് എൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ട് പഠിക്കുന്ന പിള്ളേരോടാണ് ഞാൻ പറയുന്നത്. എക്സ്പേർട്സ് പ്ലീസ് എക്സ്ക്യൂസ് മൈ ഫ്ലോസ്. ഇങ്ങോട്ടൊന്ന് പറയുക എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടതെന്നുള്ളത്. ഐ മീൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത് എന്നുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ചിക്കൻ ജസ്റ്റ് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അടച്ചു വെക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓൾറെഡി മസാല പരട്ടി വെച്ച, ഇന്നലെ മസാല പരട്ടി വെച്ച കുറച്ച് ഇത് ഇരിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുക. അപ്പം ഈ മസാല വേസ്റ്റ് ആവില്ല. പിന്നെ ഇന്നലെ വരെ ഇരുന്നിരുന്ന മസാല അല്ലേ, അപ്പം അതിനൊരു വൈബ് ഉണ്ടാവും. അപ്പം ചിക്കനിൽ നിന്ന് കുറേശ്ശെ വെള്ളം വന്ന് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഒഴിക്കുന്നു. കുറച്ചൊന്ന് ചിലർക്ക് വെള്ളം കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് സെമി ഗ്രേവി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ചുകൂടി ഭയങ്കര റോസ്റ്റ് ആയിരിക്കും ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കുക, കണക്ട് ചെയ്ത് കട്ട്. വെള്ളം ഇത്തിരി ചൂടാക്കി ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. ഞാൻ വട്ടം കറക്കാൻ നോക്കിയതാ, അപ്പോൾ ക്യാമറ വെള്ളത്തിൽ ചാടി എന്ന് പറഞ്ഞ മാതിരി ഇതും ഇതാവാൻ തുടങ്ങി. അപ്പം നല്ലോണം എനിക്കിത്തിരി വെള്ളം കൂടുതൽ വേണം, കുറച്ചൊന്നൊരു തിക്കാവണം. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്, ഡീപ് ഫ്രൈ ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി വേവാൻ വേണമല്ലോ. ഇപ്പൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇനി ഒന്ന് തിളച്ച് മറിഞ്ഞ് വെന്ത് വരുമ്പോൾ എന്തായി, ചിക്കൻ റോസ്റ്റ് റെഡിയാവും. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗ്യാസ് തീർന്നില്ലെങ്കിൽ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ വല്ല സ്പെഷ്യൽ ജ്യൂസസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതിനകത്ത് എല്ലാ ഐറ്റംസും പോവും, കുക്കിങ്ങും പോവും, റിയാക്ഷൻസും പോവും, വ്ളോഗും പോവും, പ്രൊമോഷൻസും പോവും. ഓൾ ഇൻ വൺ ആണ് ചായ് ടോക്സ് വിത്ത് വൈബ് എന്ന് പറയുന്നത്. സോ ഇന്ന് ദേവു ചിക്കൻ കറിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് വീഡിയോ ചെയ്തിട്ടത്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. ചിക്കൻ കറി ഞാൻ കഴിക്കട്ടെ, നിങ്ങളും ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാം.